വിശദമായ വാർത്തകളിലേക്ക്. ഗൾഫിൽ കോവിഡ് മൂലം മരണപ്പെടുന്ന മലയാളികളുടെ എണ്ണം വർദ്ധിക്കുന്നു. എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഇന്ന് കൂടുതൽ കോവിഡ് കേസുകളും റിപ്പോർട്ട് ചെയ്തു. വിവരങ്ങളുമായി ജമാൽ ചേരുന്നുണ്ട്. ജമാൽ, ഗൾഫിൽ മരിക്കുന്ന മലയാളികളുടെ എണ്ണം 200 കടന്നിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. അതായത് മരണസംഖ്യ വർദ്ധിക്കുന്നതിനൊപ്പം മലയാളികൾ മരിക്കുന്ന എണ്ണവും വർദ്ധിക്കുന്നു. എന്താണ് ഇപ്പോൾ നിലവിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്? ഒപ്പം തന്നെ രോഗം ഭേദമായവരുടെ കണക്കും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെക്കുറിച്ചും എന്താണ് പറയാനുള്ളത്? പ്രിയ, ഏതാണ്ട് 3,10,000-ലേറെ പേർക്കാണ് ഇതുവരെ ഗൾഫ് രാജ്യങ്ങളിൽ കോവിഡ് പിടിപെട്ടിരിക്കുന്നത്. ഇതിൽ ആശ്വാസകരമായ ഒരു കാര്യം, ഈ രണ്ട് ഭാഗം പേർക്കും കോവിഡ് ഭേദമായിരിക്കുന്നു എന്നതാണ്. 2 ലക്ഷത്തിലേറെ പേർക്ക് ഇതിനകം ഗൾഫ് രാജ്യങ്ങൾ കോവിഡ് ഭേദമാകുകയും ചെയ്തിട്ടുണ്ട്. സൗദി അറേബ്യയിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. 3,921 കോവിഡ് കേസുകളാണ് ഇന്ന് മാത്രം സൗദി അറേബ്യയിൽ റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ സൗദി അറേബ്യയിലെ ആകെ കേസുകളുടെ എണ്ണം 1,19,942 ആയി വർദ്ധിച്ചിട്ടുണ്ട്. 36 പേരാണ് ഇന്ന് സൗദി അറേബ്യയിൽ കോവിഡ് മൂലം മരിച്ചത്. ഇതോടെ 893 പേരാണ് ഇതുവരെ സൗദി അറേബ്യയിൽ കോവിഡ് മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. കുവൈത്തിൽ ഇന്ന് കോവിഡ് ബാധയിൽ അല്പം കുറവുണ്ട്. 520 പേർക്കാണ് ഇന്ന് കുവൈത്തിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. 34,952 പേർക്ക് ഇതിനകം കുവൈത്തിൽ കോവിഡ് ബാധിച്ചിട്ടുണ്ട്. 6 പേർ കൂടി ഇന്ന് മരിച്ചതോടെ 289 ആയി വർദ്ധിച്ചിട്ടുണ്ട് കുവൈത്തിലെ കോവിഡ് മരണം. ഖത്തറിൽ പക്ഷേ വലിയ തോതിൽ തന്നെയാണ് കോവിഡ് വർദ്ധിക്കുന്നത്. 1,517 പേർക്കാണ് ഇന്ന് ഖത്തറിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. 76,588 പേർക്ക് ഖത്തറിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. കോവിഡ് ബാധിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിൽ രണ്ടാം സ്ഥാനത്താണ് ഖത്തർ ഉള്ളത്. ഒരാൾ ആണ് ഇന്ന് ഖത്തറിൽ മരിച്ചത്. 70 പേർ ഇതിനകം ഖത്തറിൽ കോവിഡ് മൂലം മരിച്ചിരിക്കുന്നു. ഒമാനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കോവിഡ് കേസുകൾ കുറവായിരുന്നെങ്കിലും ഇന്ന് വലിയ തോതിലാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇന്ന് മാത്രം 1,117 കേസുകളാണ് ഒമാനിൽ റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ 21,071 കേസുകൾ ഒമാനിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 7 പേർ കൂടി ഇന്ന് മരിച്ചതോടെ 96 മരണമാണ് ഒമാനിൽ കോവിഡ് മൂലം ഉണ്ടായിരിക്കുന്നത്. ബഹ്റൈനിൽ 602 പേർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. 17,269 ബഹ്റൈനിലെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം. 36 പേരാണ് ഇതുവരെ ബഹ്റൈനിൽ കോവിഡ് മൂലം മരിച്ചിരിക്കുന്നത്. ഏതായാലും കോവിഡ് രോഗമുക്തി നേടുന്നവരുടെ എണ്ണത്തിൽ വർധനമുണ്ട് എന്നത് ഏറെ ആശ്വാസകരമാണ്. അതേസമയം കർശനമായ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ തന്നെ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഇപ്പോഴും കർശനമായി തുടരുന്നുണ്ട്. മിക്ക ഗൾഫ് രാജ്യങ്ങളിലും യാത്രാ നിയന്ത്രണങ്ങളിലും മറ്റ് സാമൂഹിക നിയന്ത്രണങ്ങളിലുമൊക്കെ ഇളവുകൾ വരുത്തിയിട്ടുണ്ട്. ജനജീവിതം സാധാരണ നിലയിലേക്ക് പല രാജ്യങ്ങളിലും മടങ്ങിയിട്ടുണ്ട്. എങ്കിൽ പോലും ആരോഗ്യ മാനദണ്ഡങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലെന്ന് അധികൃതർ ഇടയ്ക്കിടെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ആരോഗ്യ നിയന്ത്രണങ്ങൾ പാലിച്ചില്ലെങ്കിൽ ഉയർന്ന പിഴയും പല സ്ഥലങ്ങളിൽ ചുമത്തുന്നുണ്ട്. മാസ്ക് ധരിച്ചില്ലെങ്കിൽ, അതുപോലെ തന്നെ സാമൂഹ്യ നിയന്ത്രണം പാലിച്ചില്ലെങ്കിലൊക്കെ തന്നെ കനത്ത പിഴയാണ് അധികൃതർ ചുമത്തുന്നത്. ജമാൽ, ഒപ്പം തന്നെ വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായുള്ള 3ാം ഘട്ടം ശനിയാഴ്ച ആരംഭിക്കുകയാണ്. അതിന്റെ ഒരു നടപടികളൊക്കെ ഏത് രീതിയിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? വിമാന ചാർജ് നിരക്ക് എയർ ഇന്ത്യ കൂട്ടിയതുൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. അതൊക്കെ ഇപ്പോൾ നിരക്ക് പഴയ രീതിയിലേക്ക് മാറ്റിയതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കുറച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ ഏത് രീതിയിലാണ് ഇപ്പോൾ മുൻപോട്ട് പോകുന്നത്? തീർച്ചയായും പ്രിയ, നേരത്തെ സൗദി അറേബ്യയിൽ നിന്ന് ഇരട്ടിയാക്കി നാട്ടിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചിരുന്നു. ഇത് ശക്തമായ പ്രതിഷേധത്തിനാണ് വഴിവെച്ചത്. അതിനുശേഷം എയർ ഇന്ത്യ നിരക്ക് കുറക്കാൻ ബാധ്യസ്ഥരായിരിക്കുന്നു. ഇപ്പോൾ പഴയ നിരക്കിലേക്ക് തന്നെ മാറും എന്നാണ് എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വന്ദേ ഭാരത് മിഷന്റെ പുതിയ ഘട്ടം ആരംഭിക്കുകയാണ്. ഈ മറ്റ് ഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ വിമാനങ്ങൾ ഈ ഘട്ടത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നത് പ്രവാസി മലയാളികൾക്ക് അല്പമെങ്കിലും ആശ്വാസമാവുകയാണ്. അതേസമയം തന്നെ മതിയായ അളവിൽ ഇപ്പോഴും നാട്ടിലേക്ക് മടങ്ങാൻ യാത്രാ സൗകര്യങ്ങൾ ആയിട്ടില്ല. 1.5 ലക്ഷത്തിലേറെ മലയാളികളാണ് നേരത്തെ അടിയന്തരമായി നാട്ടിലേക്ക് മടങ്ങാൻ തന്നെ രജിസ്റ്റർ ചെയ്തത്. ഇത് ഈ പറഞ്ഞ കണക്ക് വളരെ അടിയന്തരമായി നാട്ടിലേക്ക് മടങ്ങാനുള്ള ആളുകളുടെ ലിസ്റ്റാണ്. പക്ഷെ അതിൽ പോലും വളരെ ചുരുങ്ങിയ ശതമാനത്തിന് മാത്രമേ ഇപ്പോൾ നാട്ടിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും വലിയൊരു വിഭാഗം ഗൾഫ് രാജ്യങ്ങളിൽ പ്രയാസം അനുഭവിച്ചു തന്നെ കഴിയുകയാണ്. ഇവരെ കൂടി നാട്ടിലെത്തിക്കാൻ ആവശ്യമായ വിമാന സർവീസുകൾ വേണം എന്ന ആവശ്യം ഉയരുകയാണ്. ഒപ്പം തന്നെ ജമാൽ, പ്രവാസികൾക്ക് ജമാലിന്റെ കോൾ കട്ടായെന്ന് തോന്നുന്നു. എന്തായാലും കോവിഡ് മൂലം ഗൾഫിൽ മരണപ്പെടുന്ന മലയാളികളുടെ എണ്ണം വർദ്ധിക്കുന്നതിനൊപ്പം എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും കൂടുതൽ
കോവിഡ് കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതിനുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഒരു വശത്ത് അങ്ങനെ ഒരു സംഭവം നീക്കുമ്പോൾ തന്നെ ഭേദമാകുന്നവരുടെ കണക്കിലും വർധനമുണ്ട്. അത് ആശ്വാസകരമായ ഒന്നു തന്നെയാണ്. വിശദാംശങ്ങളാണ് ജമാൽ നൽകിയത്. ഒമാനിലെ സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിൽ തൊഴിലെടുക്കുന്ന പ്രവാസികൾക്ക് പിരിച്ചുവിടൽ നോട്ടീസ്. നഴ്സ്, അസിസ്റ്റന്റ് ഫാർമസിസ്റ്റ് എന്നീ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കാണ് മന്ത്രാലയം നോട്ടീസ് നൽകിയിരിക്കുന്നത്. മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് സെപ്റ്റംബർ വരെയാണ് തൊഴിൽ കാലാവധി അനുവദിച്ചിരിക്കുന്നത്. സർക്കാർ മേഖലയിൽ വിദേശികൾക്ക് പകരം സ്വദേശികളെ നിയമിക്കാൻ നിർദ്ദേശിച്ച് ധനകാര്യ മന്ത്രാലയം സർക്കുലർ പുറത്തിറക്കി. ദിവസങ്ങൾക്കിടെയാണ് ആരോഗ്യ മേഖലയിലെ പിരിച്ചുവിടൽ നടപടി. സൗദിയിൽ കായിക പരിശീലനങ്ങളും മറ്റും പുനരാരംഭിക്കുന്നു. കോവിഡ് വ്യാപനം തടയുന്നതിനുള്ള മുൻകരുതലുകളോടെ കാണികളില്ലാതെയുള്ള സ്പോർട്സ് പ്രവർത്തനങ്ങൾ ഈ മാസം 21 മുതൽ പുനരാരംഭിക്കുമെന്ന് കായിക മന്ത്രാലയം അറിയിച്ചു. ഓഗസ്റ്റ് 4 മുതൽ മത്സരങ്ങൾ ആരംഭിക്കുന്നതിനുള്ള തീരുമാനം ഓരോ സ്പോർട്സ് സംഘടനകളുടെയും തീരുമാനത്തിന് വിട്ടിരിക്കുകയാണ്. കൊറോണ വൈറസ് തടയുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി മാർച്ച് മുതലാണ് രാജ്യത്ത് സ്പോർട്സ് മത്സരങ്ങളും മറ്റും നിർത്തിവച്ചിരുന്നത്. ഖത്തറിൽ കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായി രാജ്യത്ത് അടച്ചിട്ടിരുന്ന പള്ളികൾ തുറക്കുന്നു. ഒന്നാം ഘട്ടത്തിൽ തുറക്കുന്ന 251 പള്ളികളുടെ പട്ടിക ഔഖാഫ് മന്ത്രാലയം പുറത്തുവിട്ടു. കോവിഡ് രോഗസാന്ദ്രത കൂടിയ പ്രദേശങ്ങളിലെ പള്ളികൾ ഇപ്പോൾ തുറക്കില്ലെന്നും മന്ത്രാലയം അറിയിച്ചു. അറബ് ലോകത്തെ ഏറ്റവും സുരക്ഷിതവും സമാധാനവുമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമതായി ഖത്തർ. ആഗോളതലത്തിൽ 27ാം സ്ഥാനവും ഖത്തറിനാണ്. ഈ വർഷത്തെ ആഗോള സമാധാന സൂചികയിലാണ് ഖത്തർ മുന്നിട്ട് നിൽക്കുന്നത്. ഒമാനിൽ ഐസൊലേഷൻ മേഖലയായി നിലനിന്നിരുന്ന മത്ര വിലായത്തിൽ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് സുപ്രീം കമ്മിറ്റി. ജൂൺ 14 ഞായറാഴ്ച മുതൽ മത്ര, സൂഖ്, വാദി കബീർ വ്യവസായ മേഖല, ഹമറിയ എന്നിവിടങ്ങളിൽ ഒഴികെ പ്രവർത്തനാനുമതി നൽകുമെന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ സൗദി അറിയിച്ചു. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാൻ അനുമതി ഉണ്ടാവുക. റൂവി സൂഖിലെ സ്ഥാപനങ്ങൾ വാരാന്ത്യങ്ങളിൽ അടച്ചിടണമെന്നും അധികൃതർ പറഞ്ഞു. ഒമാനിലെ വിമാനത്താവളങ്ങൾ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയതായി അധികൃതർ. എന്നാൽ ദോഫാറിലും ദുക്കമിലും ലോക്ഡൌൺ പ്രഖ്യാപിച്ചതിനാൽ ആഭ്യന്തര വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നത് വൈകുമെന്ന് ഗതാഗത മന്ത്രി ഡോക്ടർ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഫുതൈസി അറിയിച്ചു. രാജ്യാന്തര സർവീസുകൾ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നുവരികയാണെന്നും അധികൃതർ വ്യക്തമാക്കി. കുവൈറ്റിലെ വിവിധ ആശുപത്രികളിൽ വാട്സാപ്പിലൂടെ OP ബുക്കിംഗിന് സൗകര്യമൊരുക്കിയതായി ആരോഗ്യ മന്ത്രാലയം. അദാൻ, സബ, അലർജി ആശുപത്രി തുടങ്ങിയിടങ്ങളിലാണ് വാട്സാപ്പ് വഴി തങ്ങളുടെ സിവിൽ ID കോപ്പിയും റിവ്യൂ കാർഡും സ്കാൻ ചെയ്ത് കൊടുത്താൽ അപ്പോയിന്റ്മെന്റ് അറിയിക്കുന്ന രീതി നിലവിൽ വന്നിരിക്കുന്നത്. കുവൈറ്റിൽ ഹെൽത്ത് സെന്ററുകളിൽ കോവിഡ് പരിശോധനയ്ക്ക് സൗകര്യമൊരുക്കാൻ ശ്രമം ആരംഭിച്ചതായി കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രോഗലക്ഷണമുള്ളവർക്ക് വെബ്സൈറ്റിലൂടെ അപ്പോയിന്റ്മെന്റ് എടുത്ത് ഹെൽത്ത് സെന്ററുകളിലെത്തി പരിശോധന നടത്താൻ കഴിയുന്ന സംവിധാനമാണ് മന്ത്രാലയത്തിന്റെ പരിഗണനയിൽ ഉള്ളത്. റിയാദിൽ കോവിഡ് ബാധിച്ച് മലയാളി മരിച്ചു. പാലക്കാട് പുതുക്കോട് സ്വദേശി ഖാജ ഹുസൈൻ ആണ് മരണപ്പെട്ടത്. ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു. മറ്റു വാർത്തകളിലേക്ക് കൂടി. സംസ്ഥാനത്തെ 78 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. 32 പേർ രോഗമുക്തി നേടി. രോഗം ബാധിച്ച 36 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 31 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ്. 10 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. തൃശൂർ ജില്ലയിലെ 7 പേർക്കും മലപ്പുറം ജില്ലയിലെ 3 പേർക്കുമാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. 9 പ്രദേശങ്ങൾ കൂടി ഹോട്ട്സ്പോട്ടുകളിൽ ഉൾപ്പെടുത്തി. നിലവിലുണ്ടായിരുന്ന 14 പ്രദേശങ്ങളെ ഒഴിവാക്കി. തൃശൂർ, മലപ്പുറം എന്നിവിടങ്ങളിൽ 14 പേർക്കും, ആലപ്പുഴ 13, പത്തനംതിട്ട 7, എറണാകുളം, പാലക്കാട് 5 പേർക്കും, കൊല്ലം, കോഴിക്കോട്, കാസർഗോഡ് 4 പേർക്ക് വീതവും, കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള 3 പേർക്കും, തിരുവനന്തപുരം, ഇടുക്കി ജില്ലകളിൽ ഒരാൾക്കും വീതമാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗം ബാധിച്ച 36 പേർ വിദേശത്തു നിന്നും 31 പേർ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ്. 10 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട 71കാരന് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചു. ഇതോടെ മരണസംഖ്യ സംസ്ഥാനത്ത് 19ആയി. 32 പേർ പുതുതായി രോഗമുക്തി നേടി. 1303 പേരാണ് രോഗം സ്ഥിരീകരിച്ച് സംസ്ഥാനത്തെ വിവിധ ആശുപത്രികളിൽ നിലവിൽ ചികിത്സയിലുള്ളത്. 2,27,402 പേർ നിരീക്ഷണത്തിലുണ്ട്. വീടുകളിൽ 2,25,417 പേരും 1,985 പേർ ആശുപത്രികളിലുമാണ് നിരീക്ഷണത്തിൽ ഉള്ളത്.
ഇതുവരെ 1,06,850 സാമ്പിളുകൾ പരിശോധിച്ചു. മുൻഗണനാ വിഭാഗത്തിൽ 28,356 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 26,143 സാമ്പിളുകളുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. 14 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയപ്പോൾ പുതുതായി 9 സ്ഥലങ്ങൾ ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെടുത്തി. ഇതോടെ സംസ്ഥാനത്തെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 128ആയി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. രാജ്യത്ത് ആദ്യമായി ഒറ്റ ദിവസത്തിനുള്ളിൽ കോവിഡ് രോഗികളുടെ എണ്ണം 10,000 കടന്നു. വ്യാഴാഴ്ച മാത്രം പുതിയ രോഗികൾ 10,956 ആണ്. ആകെ രോഗികളുടെ എണ്ണം 3 ലക്ഷത്തിലേക്ക് അടുത്തതോടെ കോവിഡ് ബാധിത രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 4ാം സ്ഥാനത്ത് എത്തി. വ്യാഴാഴ്ച മാത്രം 10,956 പേർക്കാണ് രാജ്യത്ത് പുതിയതായി രോഗം സ്ഥിരീകരിച്ചത്. 396 പേർ മരിച്ചു. മരണനിരക്കിലും പുതിയ രോഗികളുടെ എണ്ണത്തിലും ഇത്രയും വർധനവ് ഇതാദ്യമായാണ്. കൊറോണ വൈറസ് രൂക്ഷമായി ബാധിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 4ാമതെത്തി. അമേരിക്ക, ബ്രസീൽ, റഷ്യ എന്നീ രാജ്യങ്ങളിലാണ് നിലവിൽ ഇന്ത്യയിലുള്ളതിനേക്കാൾ കൂടുതൽ രോഗികളുള്ളത്. രാജ്യത്തെ മൊത്തം കോവിഡ് ബാധിതരുടെ എണ്ണം 2,97,535ആയി. 8,498 പേർ മരിച്ചു. 1,41,842 പേരാണ് ചികിത്സയിലുള്ളത്. 1,47,195 പേർക്ക് ഇതിനോടകം രോഗം ഭേദമാവുകയും ചെയ്തു. മഹാരാഷ്ട്രയിൽ മാത്രം 1 ലക്ഷത്തോളം പേർക്ക് രോഗം ബാധിച്ചിട്ടുണ്ട്. 3,590 മരണവും അവിടെയുണ്ടായി. 22,032 പേർക്ക് രോഗം സ്ഥിരീകരിച്ച ഗുജറാത്തിൽ 1,385 മരണം റിപ്പോർട്ട് ചെയ്തു. 34,687 പേർക്ക് രോഗം സ്ഥിരീകരിച്ച ദില്ലിയിൽ 1,085 പേർക്ക് ജീവൻ നഷ്ടമായി. 38,716 പേർക്കാണ് തമിഴ്നാട്ടിൽ രോഗം സ്ഥിരീകരിച്ചത്. ദില്ലിയിൽ 30-ാം തീയതി വരെ ലോക്ഡൌൺ നീട്ടണമെന്ന പൊതു താൽപര്യ ഹർജി ദില്ലി ഹൈക്കോടതി തള്ളി. ലോക്ഡൌൺ നീട്ടാൻ കഴിയില്ലെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. മഹാരാഷ്ട്രയിലെ ക്യാബിനറ്റ് മന്ത്രി ധനഞ്ജയ് മുണ്ടയ്ക്ക് കൊറോണ സ്ഥിരീകരിച്ചു. ഇതോടെ മഹാരാഷ്ട്ര മന്ത്രിസഭയിൽ റിപ്പോർട്ട് ചെയ്യുന്ന 3ാമത്തെ പോസിറ്റീവ് കേസാണിത്. കൈരളി ന്യൂസ്, ദില്ലി. അതേസമയം ദില്ലി, ഗുജറാത്ത്, മഹാരാഷ്ട്ര തുടങ്ങിയ 5 സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കൊറോണ വ്യാപനം തുടർന്നാൽ 5 സംസ്ഥാനങ്ങളിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ താറുമാറാകും. അതേസമയം അഴുകിയ മൃതദേഹങ്ങൾ കൂട്ടത്തോടെ വാനിലാക്കി ശ്മശാനത്തിലേക്ക് മാറ്റുന്ന ദൃശ്യങ്ങൾ പശ്ചിമ ബംഗാളിൽ നിന്നും പുറത്തുവന്നു. ദൃശ്യങ്ങൾ അസ്വസ്ഥതയുണ്ടാക്കുന്നുവെന്ന് പശ്ചിമ ബംഗാൾ ഗവർണർ ട്വീറ്റ് ചെയ്തു. തെക്കൻ കൊൽക്കത്തയിൽ നിന്നും പുറത്തുവന്ന ദൃശ്യങ്ങളാണിത്. അഴുകി ജീർണിച്ചടർന്നു വീഴുന്ന മാംസം കെട്ടിവലിച്ച് വാനിലേക്ക് കയറ്റുന്നു. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹങ്ങളാണെന്നാണ് പ്രചരണം. ഹൃദയശൂന്യവും വിവരിക്കാനാവാത്ത നിർവികാരിതയുമാണിതെന്ന് പശ്ചിമബംഗാൾ ഗവർണർ ജഗ്ദീപ് ധൻകർ ട്വീറ്റ് ചെയ്തു. ഗവർണറുടെ പ്രതിഷേധത്തിന് പിന്നാലെ രംഗത്തെത്തിയ പശ്ചിമബംഗാൾ സർക്കാർ മരിച്ചത് കൊറോണ മൂലമല്ലെന്ന് വാദിക്കുന്നു. മോർച്ചറിയിൽ അവകാശികളില്ലാതെ കിടന്ന മൃതദേഹങ്ങളാണിതെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. അതേസമയം കൊറോണ രൂക്ഷമായ ദില്ലി, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, തമിഴ്നാട് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. നിലവിലെ സ്ഥിതി തുടർന്നാൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ താറുമാറാകും. ICUവും വെന്റിലേറ്റേഴ്സും നൽകാൻ കഴിയാതെയാകും. ജൂൺ, ഓഗസ്റ്റ് മാസത്തോടെ ഡൽഹിയിൽ സ്ഥിതി രൂക്ഷമാകും. ജൂൺ 25ഓടെ ദില്ലിയിലെ ആശുപത്രിയിലെ ബെഡുകളിലെ രോഗികൾക്ക് നൽകാനുള്ള ഓക്സിജന്റെ കുറവ് വരുമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറയുന്നു. മഹാരാഷ്ട്രയിൽ ഓഗസ്റ്റ് മാസത്തോടെ വെന്റിലേറ്റേഴ്സിന്റെയും ICUവിന്റെയും കുറവുണ്ടാകുമെന്നും കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. കൈരളി ന്യൂസ്, ദില്ലി. CPIM നേതാവ് PK കുഞ്ഞനന്ദന് ജന്മനാടിന്റെ യാത്രാമൊഴി. പാനൂർ ഏരിയ കമ്മിറ്റി ഓഫീസിലും പാറാട് ടൗണിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹം ഉച്ചയ്ക്ക് 1 മണിയോടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരുന്നു പൊതുദർശനവും സംസ്കാര ചടങ്ങും. രാവിലെ 8 മണിയോടെയാണ് PK കുഞ്ഞനന്ദന്റെ മൃതദേഹം CPIM പാനൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചത്. പാനൂരിലേക്കുള്ള യാത്രാമധ്യേ ഒഞ്ചിയത്ത് CPIM പ്രവർത്തകർ പ്രിയ സഖാവിന് യാത്രാമൊഴിയേകി. സംസ്ഥാന കമ്മിറ്റി അംഗം P സതീദേവി, ഏരിയ സെക്രട്ടറി TP വിനീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. പാനൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ CPIM നേതാക്കളായ PK ശ്രീമതി ടീച്ചർ, MV ജയരാജൻ, P ജയരാജൻ, KP സഹദേവൻ, KK രാഗേഷ് MP, AN ഷംസീർ MLA, CPI നേതാവ് CN ചന്ദ്രൻ തുടങ്ങിയവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. മുഖ്യമന്ത്രിക്ക് വേണ്ടി മണ്ഡലം പ്രതിനിധി P ബാലൻ റീത്ത് സമർപ്പിച്ചു. പാറാട് ടൗണിലും നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. 12 മണിയോടെ മൃതദേഹം വീട്ടിലെത്തിച്ചു. അടുത്ത ബന്ധുക്കളും അയൽവാസികളും അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് 1 മണിയോടെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരുന്നു പൊതുദർശനവും സംസ്കാര ചടങ്ങും നടത്തിയത്. മകൾ ഷബ്നയും ചെറുമകൻ ഫിദലും ചേർന്ന് ചിതക്ക് തീ കൊളുത്തി. മകൻ ഷിറിൽ കഴിഞ്ഞ ദിവസം വിദേശത്ത് നിന്ന് വന്നതിനാൽ ക്വാറന്റൈനിലാണ്. സംസ്കാര ശേഷം അനുശോചന യോഗവും ചേർന്നു. കുഞ്ഞനന്ദനോടുള്ള ആദരസൂചകമായി പാനൂർ ടൗണിലും കുന്നോത്തുപറമ്പ് പഞ്ചായത്തിലും ഹർത്താൽ ആചരിച്ചു.
പാനൂരിൽ നിന്നും ക്യാമറമാൻ RK ഫിറോഷിനൊപ്പം PV കുട്ടൻ. പാനൂരിന്റെ പോരാളി PK കുഞ്ഞനന്ദന് വികാരനിർഭരമായ അന്ത്യയാത്ര. ഇൻകുലാബ് വിളികളിൽ മുഖരിതമായ അന്തരീക്ഷത്തിലാണ് മൃതദേഹം ചിത ഏറ്റുവാങ്ങിയത്. പാനൂരുകാരുടെ മനസ്സിൽ PK കുഞ്ഞനന്ദന് മരണമില്ല. നാടിൻ്റെ നായകന് ഹൃദയം നുറുങ്ങുന്ന വേദനയിലാണ് ജന്മനാട് വിടചൊല്ലിയത്. PK കുഞ്ഞനന്ദന് പാർട്ടി തന്നെയായിരുന്നു ജീവിതം. പാനൂരിൽ കുഞ്ഞനന്ദന് പരിചിതമല്ലാത്ത മുഖങ്ങളില്ല. നാട്ടുകാർക്ക് എപ്പോഴും വെളിപ്പുറത്തുള്ള നേതാവ്. അടിമുടി പാർട്ടിയായിരിക്കുമ്പോഴും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ബന്ധങ്ങൾ കാത്തുസൂക്ഷിച്ചു. പ്രിയങ്കരനായ കുഞ്ഞനന്തേട്ടനെ അവസാനമായി ഒരു നോക്കുകാണാൻ നാടൊട്ടുക്കെത്തി. 4 പതിറ്റാണ്ടുകാലം പ്രവർത്തന കേന്ദ്രമായിരുന്ന CPIM പാനൂർ ഏരിയ കമ്മിറ്റി ഓഫീസിലായിരുന്നു ആദ്യം പൊതുദർശനം. തുടർന്ന് പാറാട് ടൗണിൽ. അവസാനമായി മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോഴും വിങ്ങിപ്പൊട്ടുന്ന മനസ്സുമായി നിരവധി പേർ അവിടെയുമെത്തി. എല്ലാവരും സ്വയം അച്ചടക്കം പാലിച്ച് കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിക്കാതെ പ്രിയ നേതാവിനെ ഒരു നോക്ക് കണ്ട് മടങ്ങി. പാനൂരുകാർക്ക് വിഷമഘട്ടങ്ങളിൽ ആശ്വാസതീരമായി, പോരാട്ടങ്ങളിൽ ആവേശമായി, ചെറുത്തുനിൽപ്പുകളിൽ നെടുനായകത്വമായി ഇനി കുഞ്ഞനന്തേട്ടൻ ഉണ്ടാകില്ല. എങ്കിലും അവർക്ക് കൂട്ടായി ആ പോരാളിയുടെ ജ്വലിക്കുന്ന ഓർമ്മകൾ എല്ലാ കാലവും ഉണ്ടാകും. ചിതയെരിഞ്ഞടങ്ങിയെങ്കിലും ഉശിരനായ കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ ഓർമ്മകൾ കനലായി ജ്വലിച്ചു നിൽക്കും. കണ്ണിൽ ചോരയില്ലാതെ വേട്ടയാടിയവർക്ക് കാലം മറുപടി നൽകും. പാറാട് നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം M സന്തോഷ്. CPIM പാനൂർ ഏരിയ കമ്മിറ്റി അംഗം PK കുഞ്ഞനന്ദന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. കോടിയേരി ഉൾപ്പെടെ മറ്റു രാഷ്ട്രീയ നേതാക്കളും അനുശോചനം രേഖപ്പെടുത്തി. പാർട്ടിയെ അകമഴിഞ്ഞ് സ്നേഹിക്കുകയും പാർട്ടി പ്രവർത്തകരോടും സമൂഹത്തോടും കരുതൽ കാണിക്കുകയും ചെയ്ത സഖാവാണ് കുഞ്ഞനന്ദൻ. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ സമൂഹത്തിന്റെ അംഗീകാരം ഏറ്റുവാങ്ങിയ അദ്ദേഹം പാനൂർ മേഖലയിലെ എല്ലാ വിഭാഗം ജനങ്ങളാലും ആദരിക്കപ്പെട്ടു. സന്തപ്ത കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി മുഖ്യമന്ത്രി അറിയിച്ചു. പാനൂർ മേഖലയിൽ പാർട്ടി കെട്ടിപ്പടുത്ത ത്യാഗധനനായ രാഷ്ട്രീയ പോരാളിയാണ് PK കുഞ്ഞനന്ദനെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അനുശോചിച്ചു. പാനൂർ പ്രദേശത്ത് CPIM കെട്ടിപ്പടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച സഖാക്കളിൽ ഒരാളായിരുന്നു സഖാവ് കുഞ്ഞനന്ദൻ. അദ്ദേഹത്തിന്റെ നിര്യാണ വാർത്ത വളരെ വ്യസനത്തോടു കൂടിയാണ് എനിക്ക് കേൾക്കേണ്ടി വന്നത്. PK കുഞ്ഞനന്ദൻ നിരന്തര വേട്ടയാടലിന് ഇരയായ വ്യക്തിത്വമെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ അനുശോചിച്ചു. രോഗം വന്നയാളെപ്പോലും ആശുപത്രിയിലെത്തിക്കാനും വിവാഹ മരണ വീടുകളിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാനും ശ്രമിക്കുന്ന ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. PK കുഞ്ഞനന്ദന്റെ വിയോഗം പാർട്ടിക്ക് കനത്ത നഷ്ടമെന്ന് P ജയരാജൻ അനുശോചിച്ചു. പല പ്രതിസന്ധി ഘട്ടങ്ങളിലും പാർട്ടിയുടെ ചെങ്കൊടി ഉയർത്തിപ്പിടിച്ച് മുന്നിൽ നിന്ന നേതാവാണ് PK കുഞ്ഞനന്ദനെന്നും അദ്ദേഹം പറഞ്ഞു. അത്തരം എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നതിന് നേതൃത്വപരമായ പങ്കുവഹിച്ച ആളാണ് സഖാവ് കുഞ്ഞനന്ദൻ. മനുഷ്യസ്നേഹിയായ കമ്മ്യൂണിസ്റ്റായിരുന്നു PK കുഞ്ഞനന്ദനെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കാരായി രാജൻ അനുസ്മരിച്ചു. കുഞ്ഞനന്തേട്ടനെ പോലെ മനുഷ്യപ്പറ്റുള്ള ഒരു ജനനേതാവിനെ കണ്ടെത്താൻ വളരെ പ്രയാസമായിരിക്കും. കുഞ്ഞനന്ദൻ യാത്രയാകുമ്പോൾ വിപ്ലവ പാനൂരിന് നഷ്ടമാകുന്നത് അടിയുറച്ച സഖാവിനെയാണ്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.